ചിറയൻകീഴിന്റെ ഇടത് കോട്ട തകർത്ത് നിയമസഭയിലേക്ക് എത്തുകയാണ് രമ്യ ഹരിദാസ്. രമ്യ ഹരിദാസ് MLA ആണ് 24-നൊപ്പം ചേരുന്നത്. ആദ്യം തന്നെ രമ്യ ഹരിദാസിനെ കാണുമ്പോൾ പാട്ടാണ് ഓർമ്മ വരുന്നത്. പാട്ടും പാടി ചിറയൻകീഴ് സ്വന്തമാക്കിയ ആളുകൂടിയാണ്. ഒരു പാട്ടിൽ നിന്ന് തുടങ്ങിയാലോ? ഇന്ന് രാജീവ്ജിയുടെ രക്തസാക്ഷിത്വ ദിനമാണ്. അപ്പം ഞങ്ങളുടെ ധീര ദേശാഭിമാനികൾക്ക് ഞങ്ങൾ കൊടുക്കുന്ന വാക്കുകൂടിയാണ് അവർ കണ്ട സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ഞങ്ങൾ ഉണ്ടാകുമെന്നുള്ളത്. രാജുഘട്ടിൽ ബാപ്പുജി, വീർഭൂവിൽ രാജീവും, ശക്തിസ്ഥലിൽ ഇന്ദിരയും, ധീര രക്തസാക്ഷികൾ, നിണമണിഞ്ഞ വഴികളിൽ ഞങ്ങളുണ്ട് പിന്മുറ, നിങ്ങൾ തൻകിനാക്കളെല്ലാം ഞങ്ങൾ സഫലമാക്കിടും. കോൺഗ്രസ് ആണു ഭാരതത്തിൻ മർത്യകോടി നെഞ്ചിലേറ്റി, ചോര നൽകി ജീവനേകി കാത്തുവെച്ച സാന്ത്വനം. ആ രാജീവ്ജിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ ഞങ്ങൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുമ്പം എടുത്തു പറയുന്നു, ചിറയൻകീഴുകാർ ആഗ്രഹിച്ച പോലെ ഒരു മാറ്റത്തിനായിട്ട് ഞങ്ങൾ ആ വാക്ക് പാലിക്കുവാൻ ഞങ്ങൾ എല്ലാവരും സഭയിലുണ്ടാകും. ശരിക്കും കോൺഗ്രസുകാർക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുയോജ്യമായ ഒരു ദിവസമല്ലേ? അതെ അതെ അതെ, കാരണം അവരെല്ലാം ഈ രാജ്യം, അപ്പം ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കൂടെയാണ് നമ്മളൊക്കെ കടന്നു വന്നത്. അത് സ്വപ്നം കണ്ടിരുന്ന ആളാണ് പ്രിയങ്കരനായ രാജീവ്ജി. അപ്പം ആ രാജീവ്ജിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അതൊരു വലിയ കരുത്താണ്, ഒരു വലിയ ശക്തിയാണ്. ചിറയൻകീഴിന്റെ ശബ്ദമായിട്ട് നിയമസഭയിലേക്ക് എത്തുമ്പോൾ എന്താണ് ഭാവി ഉറപ്പുകൾ? കാരണം UDF പുതിയുഗ യാത്രയിൽ നൽകിയ വാഗ്ദാനങ്ങളുണ്ട്. മുതലപ്പൊഴി പോലെയുള്ള തീരദേശ മേഖലയിൽ മത്സ്യ തൊഴിലാളികളെ ചേർത്ത് നിർത്തിക്കൊണ്ട് പോകുവാൻ കഴിയുന്ന അപകടരഹിതമായിരിക്കുന്ന ഒരു സാധ്യതകളിലേക്ക് അവരെ കൈപിടിച്ച് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രവർത്തനത്തിലൂടെ ഞങ്ങൾ ഈ നിയമസഭയിലെ പ്രവർത്തനം തുടങ്ങുകയാണ്. ആ പ്രവർത്തനത്തിൽ നിങ്ങളുടെയൊക്കെ പിന്തുണ കൂടെ ഉണ്ടാകണം. നമ്മുടെ MLA-മാരായിട്ട് നിരവധി വനിതകൾ നിയമസഭയിലേക്ക് എത്തുന്നുണ്ട്. പക്ഷേ മന്ത്രിമാരായിട്ട് പ്രാതിനിധ്യം വളരെ കുറവാണെന്നുള്ള വിമർശനം ഒരുപക്ഷെ ഉയരുന്നുണ്ട്. കാരണം കോൺഗ്രസ് എന്നും ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേരയിൽ വനിതയെ ഇരുത്തിയത്, ഈ രാജ്യത്തിന്റെ രാഷ്ട്രപതിയായിട്ടും സ്പീക്കറായിട്ടും ഒക്കെ വനിതകളെ കൈപിടിച്ചുയർത്തിയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് വനിതകൾ കടന്നു വരാൻ വേണ്ടിയിട്ട് നിയമനിർമ്മാണം നടത്തിയിരുന്ന പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അപ്പം കാലോചിതമായിരിക്കുന്ന മാറ്റങ്ങളിലൂടെ അത് വരണം. ഇനിയും വനിതകൾ നിയമസഭയിലും പാർലമെന്റിലും ഒക്കെ ഉണ്ടാകണം എന്നുള്ള വലിയ ആഗ്രഹവും പിന്തുണയും ഒക്കെ കോൺഗ്രസ് എന്നും കൊടുക്കുന്നുണ്ട്. അത് ഇനിയും കൂടുതൽ കൂടുതൽ വനിതകൾ വരട്ടെ എന്നുള്ളതും ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. പുതിയ സർക്കാരും പുതിയ MLA-മാരും ഒക്കെ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ UDF-നെ സംബന്ധിച്ചിടത്തോളം പുതു തലമുറയുടെ ഒരു വലിയ നിര തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അതാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ നൽകുന്നത്. അതെ അതെ, യുവാക്കളുടെ ഒരു വലിയ പിന്തുണയുണ്ട്. കാരണം അവരെല്ലാം രാഷ്ട്രീയത്തെക്കുറിച്ച്, ജനാധിപത്യത്തെക്കുറിച്ച്, ഈ നാടിന് പറയാനുള്ള കാര്യങ്ങളെക്കുറിച്ച് എല്ലാം അവർ വലിയ ബോധവാന്മാരാണ്. അവർ ജീവിക്കുന്ന ലൈഫിൽ അവർ തിരക്കിട്ട് പഠിക്കുന്ന പഠനത്തിനിടയിലും അവർ ചുറ്റുപാടുമുള്ള കാര്യങ്ങളെ ഗ്രഹിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ത്വര അവരിൽ എല്ലാവരിലും ഉണ്ട്. അത് തന്നെയാണ് UDF-ന് കിട്ടിയിരിക്കുന്ന ഒരു വലിയ പിന്തുണ. അതിൽ പുതിയ ജൻസി അവരുടെ ഒരു വലിയ പിന്തുണയുണ്ട്. പിന്നെ നമ്മുടെയൊക്കെ പഴയ കാലഘട്ടത്തിലുള്ള ആളുകളുടെ എല്ലാവരുടെയും പിന്തുണയുണ്ട്. അതൊരു UDF-ന്റെ ഒരു വലിയ നേട്ടം തന്നെയാണ്. മാറ്റങ്ങൾ പ്രതീക്ഷിക്കാമെന്നുള്ളത് തന്നെയാണ്. ഉറപ്പായിട്ടും. കാരണം മാറ്റം നമ്മൾ കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിന്റെ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് നമുക്കെല്ലാം അറിയുന്ന സമരമരം എന്ന് ഞങ്ങളൊക്കെ വിളിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നമ്മളൊക്കെ വിളിച്ചുകൊണ്ടിരുന്ന അതിന് തൊട്ടടുത്ത ഗേറ്റ് ഓപ്പൺ ആയിരിക്കുകയാണ്. കാരണം അതിലൂടെ തന്നെ മാറ്റം തുടങ്ങിയിരിക്കുന്നു. ആ മാറ്റം തുടർന്നും ഉണ്ടാകും. ചിറയൻകീഴിന്റെ MLA-ക്ക് എല്ലാവിധ ആശംസകളും. ക്യാമറമാൻ രാജ്കിരണിനൊപ്പം സൂര്യഗായത്രി, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.